നല്ല മണം. ബായ് വന്നിട്ടോ, കുക്കിംഗ് വിത്ത് ബായ്. ഇനി നമ്മളേ നോമ്പൊക്കെ വരുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ നന്നാരി സർബത്ത് ഉണ്ടാക്കാൻ പോണേ. നമുക്ക് നന്നാരി മേടിച്ചു വന്നിട്ടുണ്ട്. 10 കിലോ പഞ്ചസാരയുടെ സർബത്ത് ഉണ്ടാക്കാൻ പോകട്ടോ. നമുക്ക് കാച്ചിട്ട് വരാം. അപ്പോഴേ നമ്മുടെ ഈ നന്നാരില്ലേ, ഈ നന്നാരി അത് ഇന്നലെ ഞാനേ നന്നായി ചതച്ചിട്ട് ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ. ഇതാണ് നമുക്ക് അതിൽ കൊഴിക്കാനുള്ളത്. അടുപ്പ് കത്തിയുണ്ട്, തല വെച്ച് കൊടുക്കാം കേട്ടോ. വാ, നമ്മളേ 10 കിലോ പഞ്ചസാരയുടെ സർബത്ത കാച്ചാൻ പോണ്. വെള്ളത്തിൽ പോരാ, ഇനി നമ്മളൊരു വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 10 കിലോ പഞ്ചസാര. അപ്പോഴേ നമ്മളിന്നലെ കുതിർത്ത് വെച്ചാൽ നന്നായില്ലേ, കുറച്ച് അടച്ചിട്ട് ആ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അപ്പോഴേ ഇത് വേണം തിളക്കട്ടെ കേട്ടോ. നമുക്ക് മൂടി വെക്കാം. അപ്പോഴേ നമ്മുടെ നന്നാരി സർബത്ത് അടിപൊളിയായിട്ട് കിട്ടീന് കേട്ടോ. കണ്ടോ, നല്ല കുറുക്കി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതേ ഇറക്കി വെക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്യാം. കുറച്ച് നേരം വഴിയേക്കണം. വീട്ടിൽ പോയിട്ടേ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോഴേ നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളപ്പിലെത്തിയപ്പോൾ ഭയങ്കര ചൂടാണ് സർബത്ത്. അപ്പൊ ആ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് ഓരോ സർബത്ത് കാച്ചിട്ട് പെട്ടത്തല്ല നമുക്ക്. അപ്പോഴേ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴേ മഹേഷേട്ടൊരു സർബത്ത് ഉണ്ടായിരുന്നു നമുക്ക് പണ്ട്, പഴം സർബത്ത്. അതുണ്ടാക്കി നോക്കട്ടെ നമുക്ക്. അതിന് നല്ല അടിപൊളി പഴുത്ത പഴം ഇങ്ങനെ തോല് കളഞ്ഞേ അങ്ങനെ ഗ്ലാസ് ഒക്കെ ഇടുക. 2-3 പഴം വേണം. പഴം തൊലി കളഞ്ഞിട്ടേ നന്നായിട്ട് ഉടച്ചെടുക്കണം സ്പൂണിട്ട്. ഇത് സ്കൂളിൽ ഇന്റർവെൽ അടിച്ച ഇത് കുടിക്കാൻ വേണ്ടി മാഷേട്ടന്റെ കടയൊക്കെ ഓടി ചെല്ലും. അന്ന് 5 ഉറുപ്പ്യ ഒരു ഗ്ലാസ്സിന്. അതൊരു കാലാട്ടോ. അപ്പൊ ഉണ്ടോ, പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മള്. ഇനി ഇതിൽക്കേ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതാ വേണ്ടത്. പിഴിയാളെ മടി കൊണ്ട് കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലേശം ഒഴിക്കാം മതി. മെയിൻ സാധനം നമ്മുടെ സർബത്ത്. അതൊരു ലേശം ഒഴിച്ചെടുക്കുക. മധുരം ഇഷ്ടമുള്ളവർ കുറച്ച് തോനെ ഒഴിക്കുക, ഇല്ലാത്തവർ കുറച്ച് ഒഴിച്ചാൽ മതി. ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇനി ലേശം നല്ല തണുത്ത വെള്ളം. ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോ നമ്മുടെ മഹേഷ് ചേട്ടന്റെ പഴം സർബത്ത് റെഡി ആയി കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടി സാധനം ഉണ്ടാക്കാണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു 4-5 വെറൈറ്റി സർബത്ത് ഉണ്ടാക്കണ്ടേ നമ്മള്. അത് 4-5 റെഡി ആക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അടുത്തതേ നല്ല അടിപൊളി മുന്തിരി സോഡ സർബത്ത്. നമ്മള് മുന്തിരി പൾപ്പ് വീട്ടിലുണ്ടാക്കിയതാട്ടോ. ഒരു ഗ്ലാസ്സിൽ ലേശം ഒഴിക്കാം. ഇത്ര മതി. ഇനി നമ്മുടെ സാധനം സർബത്ത്, നന്നായി സർബത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ. കുറച്ച് മതി, മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് സോഡ പൊട്ടിച്ചൊഴിക്കണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പൊട്ടിച്ചൊഴിക്കാം. ഒരു സാധനം കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഒരുമിച്ച് പൊട്ടിച്ച് സോഡ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോഡ ഗ്യാസ് പോകും. ഇനി നമ്മുടെ സാധാ നല്ല നാടൻ സോഡ സർബത്ത്, അതിന് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നാരങ്ങ കട്ടിക്കുന്നു സർബത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ സ്പെഷ്യൽ കണ്ടുപിടുത്താണ് തണ്ണിമത്തനം കൊണ്ടൊരു തട്ടിക്കൂട്ട്. നോക്കിയോ കേട്ടോ. നല്ല കുനുകുനാന്നരിഞ്ഞ തണ്ണിമത്തൻ്റെ കുരു മാറ്റിയിട്ട് കേട്ടോ. തോനെ കിടക്കട്ടെ. ഒരു ലേശം കസ്കസ്, ഒരു 2 ഇല പുതിന, കുറച്ച് സർബത്ത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നാരങ്ങ നീര് മിക്സ് ചെയ്യാം.
നമുക്ക് ഇതിലും സോഡയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. കഴിഞ്ഞു, ഐറ്റംസ് കഴിഞ്ഞു. നമുക്ക് സോഡ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഒഴിച്ചോ കേട്ടോ. തട്ടിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ മുന്തിരി, ഇനി നമ്മുടെ നാടൻ സോഡ ഉള്ളത് വേറെ സോഡ പൊടിക്കണം നമുക്ക്. നല്ല ഗ്യാസ്. ആദ്യം നമുക്ക് മഹേഷേട്ടന്റെ പഴം സർവത്ത് കുടിച്ചോളാം. നൊസ്റ്റ് മോനെ, നൊസ്റ്റ് നൊസ്റ്റ്. ആ പഴുത്ത പഴത്തിന്റെ ടേസ്റ്റും നന്നായ ടേസ്റ്റും. ഞാൻ കടലിടാൻ ഇട്ടുണ്ട് കേട്ടോ, അത് പറയാൻ പറഞ്ഞു. വേഷം കടല അടിക്കുമ്പോഴൊരു ഈ സോഡ സർവത്ത്, നമ്മുടെ നാടൻ സോഡ സർവത്ത് കേട്ടോ. സാധാ നോർമൽ നമ്മുടെ നാടൻ സർവത്ത് വരെ കൊള്ളാം. നമ്മൾ ഉണ്ടാക്കിയ സർവത്ത് അതുകൊണ്ട് നന്നാരിയുടെ ഫ്ലേവർ നല്ല കിട്ടുന്നുണ്ടാവും. ഇനി മുന്തിരി സോഡ. എന്താ പറയാ, ആ മുന്തിരിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതും ഈ സർവത്തിന്റെ ടേസ്റ്റ് കൂടി ആയപ്പോഴേ പൊളി സാധനം. ആ ഫുള്ള് മധുരം അടിച്ചു കയറി. എന്താണ് അവിടെ ഉണ്ടാവുക? കലക്കി കുത്ത്. പോരാ, വലിയ കുമ്പില്ല, കുടിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്നാ ശരി, ഞാൻ തീർക്കട്ടെ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോമ്പാണ്, വീഡിയോസ് മെല്ലെ മെല്ലെ വരുള്ളൂ. എല്ലാവരും കാത്തിരിക്കുക.